നിങ്ങൾക്ക് കുറെ ഉപദേശങ്ങളാണ് തരേണ്ടി വരിക. നിങ്ങൾക്ക് ഉപദേശങ്ങൾ ഇഷ്ടമാണോ മക്കളെ? ആണോ? ആ, കുറെ പേര് പറഞ്ഞു ആണ് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ കുട്ടികള് പറയുക ഞങ്ങൾക്ക് ഉപദേശം ഇഷ്ടമല്ല. ഇപ്പൊ ആണ് എന്ന് പറഞ്ഞ കുട്ടികൾക്കാണെങ്കിലും കുറെ ഉപദേശങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞാനും ഉപദേശം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപദേശിക്കാൻ ഞാനും തയ്യാറല്ല. അപ്പോ ഇതിനു മുൻപത്തെ നോബൽ ബോർഡിൽ കിരീടം നേടിയത് വിജയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇതിന് മുൻപേ അർജന്റീന ലോക ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. ആരുടെ കാലഘട്ടത്തിൽ? മറഡോണയുടെ കാലഘട്ടത്തിൽ, അല്ലെ? ആ മറഡോണയുടെ കാലഘട്ടത്തിൽ അർജന്റീന ലോക ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ആ മഹാനായ ലോക പ്രശസ്തനായ ഒരു ഇതിഹാസ താരമായ ആ മറഡോണയുടെ കളി ചിലപ്പോ നിങ്ങളൊക്കെ റെക്കോർഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചെറിയ മനുഷ്യൻ, ആ കുറിയ മനുഷ്യൻ ഗ്രൗണ്ടില് ചാട്ടുളി പോലെ ഓടി നടന്ന് ഗോളടിപ്പിക്കുകയും ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രായമായിട്ടല്ല മരിച്ചത്. അല്ല, ആക്സിഡന്റ് ആണോ മരിച്ചത്? അല്ല. എങ്ങനെ മരിച്ചേ? ഡ്രഗ്സിന് അഡിക്റ്റായി, ലഹരിക്ക് അഡിക്റ്റായിട്ടാണ് അദ്ദേഹം മരിച്ചത്. ആ ഡ്രഗ്സിന് അഡിക്റ്റായി അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക ചെയ്യാം. പക്ഷേ ആ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ചികിത്സിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്ത വ്യക്തിയാണോ മറഡോണ? അല്ല. ലോകത്തിൽ അറിയപ്പെടുന്ന, ലോകത്തിലെവിടെ വേണമെങ്കിലും പോയി ഏറ്റവും അത്യന്താധുനിക ചികിത്സ നേടാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആലോചിക്കുക, ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള ലോകപ്രശസ്തനായ ഒരാൾക്ക് ലഹരി കൊണ്ടുണ്ടായ ഭവിഷ്യത്ത് തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരാകാംക്ഷയ്ക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി, മറ്റുള്ളവരെ മുൻപിൽ ആളാകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെടുമോ? ഇല്ല. നമ്മൾ നശിക്കുകയുള്ളൂ. ലഹരി ഉപയോഗിച്ച് രക്ഷപ്പെട്ടവരാരുമില്ല. നശിച്ചിട്ടേ ഉള്ളൂ. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ഒരു കാര്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്, പാടാൻ താല്പര്യമുള്ളവരാണ്. ഒരു മൂളിപ്പാട്ടേ ഉള്ളൂ. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ഇതൊക്കെ പറയുമ്പോ എന്താണ്? പലരും ചിന്തിക്കുന്ന കാര്യം എന്താ? ലഹരി ഉപയോഗിച്ചാൽ നശിക്കും. ആരാ നശിക്കുക? ഉപയോഗിച്ചവരെ നശിക്കൂ. ലഹരി ഉപയോഗിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താ അറിയോ? എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ആരെ ബാധിക്കുന്ന കാര്യ? അത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ആ ചിന്ത നമ്മെ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു മാരകമായ വിപത്താണ് ലഹരി എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ തീരുമാനം എടുക്കുക, ഒരിക്കലും ഞാനത് ഉപയോഗിക്കില്ല, എൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കില്ല, എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന തീരുമാനം എടുത്താൽ നമുക്ക് നന്ന്. അതാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ആ തീരുമാനം എടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനൊരു അനുഭവ കഥയാണ് നെക്സ്റ്റ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഒരു അനുഭവ കഥ. ഈ ഇരിക്കുന്ന മക്കളൊക്കെ സ്കൂളിൽ പഠിക്കാൻ വന്നവരാ, അല്ലെ? എന്തിനാ പഠിക്കുന്നത്? നല്ലൊരു ജോലി കിട്ടാൻ, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിലെത്താൻ. ആ ഉയർന്ന സ്ഥാനത്തിലെത്താൻ പഠിക്കുന്ന വ്യക്തികളാണ്. അതേപോലെ എൻ്റെ സുഹൃത്തിന്റെ ഒരു സുഹൃത്ത്, ആ
സുഹൃത്ത് എന്റെയും സുഹൃത്തായിരുന്നു. ആ സുഹൃത്ത് പഠനത്തിൽ വളരെ മുൻപന്തിയിൽ ഒരു വ്യക്തിയായിരുന്നു. പുകയെടുക്കുമ്പോഴും ആ പുക നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് 95%. അപ്പോ നമ്മൾ ക്യാൻസർ ഒന്ന് മരിക്കേണ്ടവരാണോ നമ്മളൊക്കെ? ആണോ? അല്ല. അപ്പോ നമ്മൾ തീരുമാനിക്കണം, ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു ലഹരി വസ്തു ഉപയോഗിക്കില്ല, എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല. ലഹരി വേണം, ലഹരി വേണം. എന്തായിരിക്കണം ലഹരി? നിങ്ങളുടെ ലഹരി പഠനമാകട്ടെ, വായനയാകട്ടെ, എഴുത്താകട്ടെ, സ്പോർട്സ് ആകട്ടെ, ആർട്സ് ആകട്ടെ, അതായിരിക്കണം ലഹരി. ലഹരി വസ്തുക്കളോടാകാൻ പാടുണ്ടോ? ഇല്ല. ലഹരി വസ്തുക്കളോട് ലഹരി ഉണ്ടാവാൻ പാടില്ല. എന്തേ പാടുള്ളൂ? ഇങ്ങനെയുള്ള പഠനവും വായനയും എഴുത്തും സ്പോർട്സും ആർട്സും ആയിരിക്കണം ലഹരി. അല്ലാതെ ലഹരി വസ്തുക്കളായാൽ ലഹരി വസ്തു ഉപയോഗിച്ച ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അവര് നശിച്ചിട്ടേ ഉള്ളൂ, ജീവിതത്തിൽ നാശം സംഭവിച്ചിട്ടേ ഉള്ളൂ. അവര് നശിച്ചു, അവരുടെ കുടുംബം നശിച്ചു, സമൂഹം നശിച്ചു. അതേ സംഭവിക്കൂ. അതേപോലെ ഒരു കാര്യം കൂടി, ഒരു അനുഭവം കൂടി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്താ അനുഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു പയ്യൻ വീട്ടില്, ആ കുടുംബത്തിൽ ആകെ ഒരു മകനേ ഉള്ളൂ, ആകെ ഒരു മകൻ. ആ മകനെ ആ രക്ഷിതാക്കൾ പഠിപ്പിച്ചു, നന്നായി പഠിപ്പിച്ചു. അവൻ പല സമയത്തും നോട്ട്ബുക്ക് വാങ്ങാൻ, റെക്കോർഡ് വാങ്ങാൻ, അതേപോലെ ബാഗ് വാങ്ങാൻ, ഓരോ ആവശ്യങ്ങൾക്കായി പൈസ ചോദിക്കുന്നു. പൈസ ചോദിക്കുമ്പോഴൊക്കെ രക്ഷിതാക്കൾ പൈസ കൊടുക്കും. മുഴുവൻ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിലും ചിലപ്പോ എന്താണ് ആവശ്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ പിന്നെ അവന്റെ ആവശ്യങ്ങള്, പൈസക്കുള്ള ആവശ്യങ്ങള് കൂടിക്കൊണ്ടേയിരുന്നു. അവൻ പറയാ, കോളേജിൽ പോണെങ്കിൽ, സ്കൂളിൽ പോണെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ ഞാൻ പോകും, എന്നാലേ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ, കോളേജിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും കച്ചറയാണ്, തല്ലുകൂടുകയാണ്. അങ്ങനെ തല്ലുകൂടുന്ന അവസ്ഥയിൽ ഒരു ദിവസം അവന്റെ അമ്മയോട് പൈസ ചോദിച്ചപ്പോ, എടാ മോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ല, അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിത്തരാനും വയ്യ, കുറേ പൈസ കടം വാങ്ങിയത് അവിടെ കൊടുക്കാനുണ്ട്, അച്ഛന്റെ കയ്യിലും പൈസ ഇല്ല. അപ്പോ അവര് പറഞ്ഞത് എന്താ അറിയോ? ഇന്ന് രാവിലെ ചോറ് വെക്കാൻ നേരം വൈകിയത് കൊണ്ട് നിന്റെ അച്ഛൻ ജോലിക്ക് പോകുമ്പോ ചോറ് കൊണ്ടുപോയിട്ടില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഈ ഭക്ഷണം റെഡിയായി കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഒന്ന് അച്ഛന് കൊണ്ടുകൊടുത്താൽ നിനക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് പൈസ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സാലെ അവൻ ആ ചോറുമായിട്ട് നേരം വൈകി, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ 1 മണി കഴിഞ്ഞു. ആ ചോറുമായിട്ട് അവന്റെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോയപ്പോ അവിടെ കണ്ട കാഴ്ച എന്താ അറിയോ? അവന്റെ അച്ഛൻ കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ ഏറ്റിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുകയാണ്. ആ കൊണ്ടുപോയിടുമ്പോ വേച്ച് നടന്നു പോകുന്നു. അദ്ദേഹം ഒരു ചെരുപ്പിട്ടിട്ടുണ്ട്. ആ ചെരുപ്പ് കാലിൽ നിന്ന് പോകാതിരിക്കാൻ അതിന്റെ വള്ളി എടുത്തിട്ട്, ഒരു തുണി കൊണ്ട്, ഒരു തുണിയുടെ കഷ്ണം ചീന്തിയിട്ട് അത് കാലിൽ കെട്ടിയിട്ടുണ്ട്. കാലിന്റെ മുട്ടിന് താഴെ ഒരു മുറിയുണ്ട്. ആ മുറിയുള്ള ആ ചെരുപ്പ് ഒരു തുണി കൊണ്ട് വലിച്ചു കെട്ടിയ അദ്ദേഹം ആ കരിങ്കല്ല് ഏറ്റിയിട്ട് കൊണ്ടയിടുകയാണ്. അപ്പോ ഇവൻ അവിടെ എത്തുമ്പോഴേക്കും നേരം നല്ല വൈകിയിരിക്കുന്നു. ഇവൻ വരുന്നത് കണ്ടപ്പാടെ ഇവന്റെ അച്ഛൻ എന്ത് ചെയ്യാണ്? അവിടെ തൊട്ടടുത്ത് ഇരുന്ന വെള്ളത്തില് കൈ കഴുകിയിട്ട് ആ ചോറ് വാങ്ങിയിട്ട്